ഹായ് ഹലോ. അപ്പോൾ ഇന്ന് തിങ്കളാഴ്ചയാണ്. തിങ്കളാഴ്ച രാവിലെ ഓഫീസിൽ പോകാനായിട്ട് ഭയങ്കര മടിയാണ്. കാര്യം ശനിയും ഞായറൊക്കെ അവധിയായിട്ട് പിന്നെ രാവിലെ തിങ്കളാഴ്ച പോകുമ്പോഴത്തേനും ഒരു മടിയാണ്. പക്ഷേ പോവാതിരുന്ന് കഴിഞ്ഞാൽ പിറ്റേ ദിവസം ചൊവ്വാഴ്ച ഞാൻ തന്നെ പണിയെടുക്കണമല്ലോ. ഈ തിങ്കളാഴ്ചത്തെയും കൂടെ ചേർത്തിട്ട് പണിയെടുക്കേണ്ടി വരും. അതുകൊണ്ട് പിന്നെ അങ്ങ് മടി വന്നിട്ടാലും പോവും കേട്ടോ. അങ്ങനെ രാവിലെ കുളിച്ച് റെഡിയായി ഓഫീസിൽ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങി. അപ്പോഴത്തേനും ദേ ഈ മുതൽ എൻ്റെ അമ്മേനെ എന്നും രാവിലെ ഞാൻ അമ്മയുടെ തയ്യക്കടയിൽ കൊണ്ടുവന്ന് ആക്കിയിട്ടാണ് പോകുന്നത്. അത് കഴിഞ്ഞ് നേരെ ഓഫീസിലോട്ട് പോയി. ഇതാണ് എൻ്റെ ഓഫീസ്, സോഫ്റ്റ്ലാൻഡ് ഇന്ത്യ ലിമിറ്റഡ്. ഇവിടെയാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. അങ്ങനെ രാവിലെ ചെന്നപ്പോഴത്തേനും അധികം ആരും എത്തിയിട്ടില്ലായിരുന്നു. നമുക്ക് 8:30 to 6 ഓഫീസ് ഡേ. ഞാൻ 8:30 ആയപ്പോഴത്തേനും എത്തി. അപ്പോഴത്തേനും ദേ ഗോകുൽ മാത്രമേ വന്നിട്ടുള്ളായിരുന്നു. ഞാനും ഗോകുലും കുറച്ച് നേരം അവിടെ ഇരുന്നു. അതിന് പി സി ഒക്കെ ഓൺ ചെയ്യുന്നേ ഉള്ളൂ. ഈ മൊട്ട എൻ്റെ പി സിയുടെ ഫ്രണ്ടിൽ വന്നിരുന്നിട്ട് ഒരു 3-4 വർഷമാവും കേട്ടോ. അത് കഴിഞ്ഞ് തൊട്ടപ്പുറത്തൊരു താജ്മഹൽ ഇരിക്കുന്നുണ്ട്. അത് ഞാൻ ശരിക്കും താജ്മഹൽ പോയപ്പം അവിടെ നിന്ന് മേടിച്ചിട്ട് വന്നത് ഇവിടെ കൊണ്ടുവന്ന് വെച്ച താജ്മഹലാണ്. അങ്ങനെ ചേച്ചി ഒരു 10 മണിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേനും കട്ടനും കൊണ്ടുവന്നു. അങ്ങനെ കട്ടനും കുടിച്ച് കുറച്ച് നേരം അവിടെ പണിയെടുത്തു. ചില ദിവസങ്ങളിൽ പണിയൊന്നും കാണത്തില്ല, ചില ദിവസങ്ങളിൽ പണി വന്നാൽ അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുക. അങ്ങനെ ഒരു ദിവസമായിരുന്നു. ഉച്ച വരെ അങ്ങനെ ഒത്തിരി പണികളൊന്നും ഇല്ലാതെ ഡെയിലി ചെയ്യുന്ന പണികളേ ഉള്ളായിരുന്നു. പക്ഷേ ഉച്ചയ്ക്ക് ശേഷം ആയപ്പോഴത്തേനും നല്ല രീതിയിൽ പണി വന്നു തുടങ്ങി. അങ്ങനെ അതായത് ഉച്ചയായപ്പോഴത്തേനും ഞാനിന്ന് ചോറ് കൊണ്ടുവന്നിട്ടില്ലായിരുന്നു. അങ്ങനെ അവിടുത്തെ ക്യാൻറ്റീനിൽ പോയി ചോറ് മേടിച്ചിട്ട് ഞങ്ങളെല്ലാവരും കൂടിയിട്ട് വന്നിരുന്ന് കഴിച്ചു. അത് കഴിഞ്ഞ് ഒരു 3 മണിയൊക്കെ ആയപ്പോൾ ചേച്ചി പിന്നെയും കട്ടനും കൊണ്ടുവന്ന്. അപ്പോൾ സ്നാക്സ് ഉണ്ടായിരുന്നു ഇന്ന് കഴിക്കുക. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി കട്ടനും സ്നാക്സും കഴിച്ചു. വൈകുന്നേരം 6 മണിയൊക്കെ ആയപ്പോഴത്തേനും ഓൾമോസ്റ്റ് എല്ലാവരും പോയിരുന്നു. 6 മണിക്ക് ശേഷം കുറച്ച് പേര് മാത്രമേ അവിടെ ഇരിപ്പുള്ളൂ. അതിൽ ഞാനും ഉണ്ട്. എല്ലാവരും പോയി. അവിടെ വാക്കൻ്റായിട്ട് എല്ലാ സീറ്റും വാക്കൻ്റായിട്ട് കിടപ്പുണ്ടായിരുന്നു. അങ്ങനെ ഇറങ്ങിയപ്പോഴത്തേനും കുറച്ച് ലേറ്റായി. ഒരു 6:30-6:45 ആ ഒരു സമയം അപ്പോഴത്തേനും ഏകദേശം ഇരുട്ടിയിട്ടുണ്ടായിരുന്നു. എന്നാലും സാരമില്ല, വല്ലപ്പോഴും ഒക്കെയാണ് ഇങ്ങനെ 6:30 മണിക്കൊക്കെ ഇരിക്കുന്നത്. അങ്ങനെ നേരെ അമ്മേനെ വിളിക്കാൻ വേണ്ടി കടയിൽ പോയി. ഇരിക്കുന്ന കുഞ്ഞുണ്ട്, അത് തൊട്ടടുത്തെയാണ്. അവിടെ കുറച്ച് നേരം കൊണ്ടുവന്ന് ഇരുത്തിയാണ്. അപ്പോഴേക്കും അല്ലുവും വന്നിട്ടുണ്ടായിരുന്നു ട്യൂഷനൊക്കെ കഴിഞ്ഞിട്ട്. പിന്നെ ഞാൻ അല്ലുവിനെയും അമ്മേനെയും കൂട്ടിയിട്ട് വീട്ടിൽ പോയി. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് സബ്സ്ക്രൈബും ചെയ്യണേ. ടാറ്റാ.